ഹായ് ഗൈസ്, അപ്പം നിങ്ങൾ ബാംഗ്ലൂരുള്ള HCL റോഡിലാണ് പോയത് കേട്ടോ. അപ്പോൾ HCL റോഡിൽ കൂടെ പോകുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഏരിയയിൽ ഒരുപാട് മരങ്ങൾ രണ്ട് സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു എയർപോർട്ടിൻ്റെ ഏരിയ ആണ്. അപ്പോൾ രണ്ട് സൈഡിൽ ഒരുപാട് മരങ്ങളുണ്ട്. അപ്പം ഈ മരങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ്, എപ്പോഴും നല്ല തണുപ്പാണ്. പിന്നെ നല്ല തണുപ്പുള്ള സമയത്ത് രാവിലെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അല്ലാത്തപ്പോൾ നമ്മൾ നല്ല വെയിലുള്ള സമയത്താണേലും നല്ലൊരു സുഖമാണ്. ആ മരങ്ങളുടെ അടിയിലൂടെ പോകുമ്പോഴൊരു പ്രത്യേക തരം ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണിത്. പക്ഷെ ട്രാഫിക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല. പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ. രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു തണുപ്പ് അതിൻ്റെ അടിയിലൂടെ പോകുമ്പോൾ. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിറയെ കരിക്കിൻ്റെ ആൾക്കാർ ഉണ്ട് കേട്ടോ. കരിക്ക് വിൽക്കുന്ന ആൾക്കാർ, ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കരിക്കിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ പോയ സമയത്ത് എല്ലാം നല്ല ചുവപ്പ് കളറുള്ള ചെന്തെങ്ങെന്ന് പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ കരിക്കുകളാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതേപോലെ ഫസ്റ്റ് ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ച കണക്ക് നമ്മൾ ഒരു കരിക്കൊക്കെ കുടിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ ഇത് 70 രൂപയായിരുന്നു കേട്ടോ. ഇച്ചിരി കത്തിയായിരുന്നു, പക്ഷെ അതിനുള്ള ആ ഒരു മധുരമൊന്നും ഇല്ലായിരുന്നു അതിന്. നമ്മുടെ സാധാരണ കരിക്ക് ഞങ്ങൾ തലേദിവസം 40 രൂപ 50 രൂപയ്ക്ക് എന്തോ കുടിച്ചിരുന്നു. അത് കുറച്ചുകൂടെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരു ഫ്ലൈ ഓവറൊക്കെ കണ്ടു കേട്ടോ. പിന്നെ സ്ഥലങ്ങളുടെ പേരൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. കുറേ കാലം കൂടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. പണ്ട് ഞങ്ങൾ ബസ്സിലൊക്കെ എപ്പോഴും ട്രാവൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ പോകലില്ല. വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ബസ്സിലും ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മളങ്ങനെ പോകുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പോൾ അവിടെ കണ്ടില്ലേ, നല്ലൊരു അണ്ടർപാസ് കണ്ടില്ലേ. അപ്പോൾ അവർ നല്ല ഭംഗിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തായതുകൊണ്ടായിരിക്കും ഇതിൻ്റെ എയർ ഷോയുടെ ഒക്കെ ഒരു ഉണ്ടോ പിക്ചറാണ് അതിൽ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഒട്ടും ട്രാഫിക് ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമായിരുന്നു പോകാൻ. എന്താ പറയുക, ഇന്നത്തെ ക്ലൈമറ്റും ഭയങ്കര അടിപൊളിയായിരുന്നു ഗൈസ്. അടിപൊളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ഇതില്ലായിരുന്നു, ഒട്ടും ചൂടില്ലായിരുന്നു. അതുപോലെ ചൂടുമില്ലായിരുന്നു. ഉച്ചയ്ക്ക് മാത്രം ഒരു 11-12 മണി കഴിഞ്ഞതിന് ശേഷം, ഒരു 12 മണി കഴിഞ്ഞതിനൊക്കെ ശേഷം കുറച്ചൊരു വെയിൽ വന്നു. എന്നിട്ട് അതിന് ശേഷം 2-3 മണി വരെ വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പോകുന്ന ഈ സ്ഥലങ്ങളുണ്ടല്ലോ, ഇവിടെ ഒന്നും വെയിലില്ലായിരുന്നു. കാരണം ഒരു മഞ്ഞ്, ഒരു ചെറിയൊരു മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ. മൂടിക്കിടക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മഞ്ഞ് പോലത്തെ ഒരു കാലാവസ്ഥ, ഒരു അധികം വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ. ഇപ്പം ബാംഗ്ലൂരൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും, അല്ല ബാംഗ്ലൂർ വന്നിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ ഏകദേശം ഈ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും, ഇപ്പോൾ ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഒരു തണുപ്പിൻ്റെയൊക്കെ പോലത്തെ ഒരു സംഭവമാണല്ലോ, ഒരു സീസണാണല്ലോ, ഒരു ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ അതൊരു അടിപൊളി ഒരു ക്ലൈമറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാംഗ്ലൂരത്തെ ഒരു വെതർ എന്ന് പറയുന്നത് നമുക്ക് വേറെ എവിടെ അങ്ങനെ കിട്ടത്തില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ ഭയങ്കര ചൂട് അല്ലേ, ഭയങ്കരമായിട്ട് ചൂട് കൂടി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓർക്കും, അയ്യോ ബാംഗ്ലൂരും ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ചൂട് കുറവുണ്ടല്ലോ, ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ എന്ന് ഒരു സംഭവമൊക്കെ തോന്നും. അപ്പോൾ പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം. ബാംഗ്ലൂർ എന്താ പറയുക, ഗാർഡൻ സിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പം ട്രാഫിക് സിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അത്തരം ട്രാഫിക്കാണ്. പല ഏരിയയിലും ഭയങ്കര ട്രാഫിക്കാണ്. ഒരു രക്ഷയിലാണ്. നമ്മൾ മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കിടക്കും കേട്ടോ. അതുപോലെ ഇപ്പം വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ വഴിയിലൊക്കെ നല്ലോണം പൊടിയുണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലത്തെ ഏരിയകൾ ഒഴിച്ച് ബാക്കിയുള്ളിടത്തൊക്കെ അത്യാവശ്യം കുറേ ഏരിയകളിൽ നല്ല പൊടിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ ഭാഗങ്ങളും പറയണമല്ലോ. നമ്മൾ ഈ സിനിമയിലൊക്കെ, ഞാൻ വന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ഈ സിനിമയിലൊക്കെ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ഭയങ്കര അടിപൊളി സിറ്റി, അടിപൊളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത്. പക്ഷെ ഞങ്ങൾ താമസിച്ച ഏരിയയൊക്കെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ. ക്ലൈമറ്റ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ക്ലൈമറ്റും ഇവിടുത്തെ നമ്മുടെ ഒരു നേച്ചറിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷെ എന്താണെന്ന് പറയാം, നമ്മുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതും എന്താണ് പറയുക, പ്ലാൻഡ് ആയിട്ടൊന്നും ആയിരിക്കത്തില്ല. എന്താ പറയുക, ചെറിയൊരു ഏരിയയിൽ ഒരുപാട് വീടൊക്കെ അവർ കെട്ടിക്കൊണ്ടുവരാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് സിറ്റിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി അതൊരു പ്ലാൻഡ് അല്ലാണ്ടായിട്ടാണ് അവർ ചെയ്യുന്നത്. പലതും ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്.
അപ്പോൾ വീടൊക്കെ ഞങ്ങൾ പല വീടുകളും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ 2-3 വീടുകൾ, 2-3 ഒരു 5 കുറേയധികം വീടുകൾ ഇങ്ങനെ നിരനിരയായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു വെട്ടം കയറാനോ അല്ലെങ്കിൽ ഒരു കാറ്റ് കയറാനോ ഒന്നും സ്ഥലമുള്ള രീതിയിലായിരിക്കില്ല അവരത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അതൊന്നും കുഴപ്പമില്ല, നമ്മളതൊക്കെ നോക്കിയൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ ഇവിടെ റെൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ് നമ്മൾ ജോലി, അതുപോലെ ക്ലൈമറ്റ്, അതുപോലെ പല കാര്യങ്ങളും നോക്കുമ്പം ഒരുപാട് പോസിറ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ആൾക്കാരാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. എന്താ പറയുക, ചില നാട്ടിലൊക്കെ ചെന്നാൽ അവർ പുറത്തുള്ള ആൾക്കാരെയൊന്നും അധികം അങ്ങനെ വെൽക്കം ചെയ്യത്തില്ലല്ലോ. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ ബേസിക്കലി നമുക്ക് അറിയാവുന്നിടത്തോളം അവരൊക്കെ നമ്മളെ നല്ലോണം എന്താ പറയുക, വേറൊരു ആൾക്കാരായിട്ടല്ല നല്ലതായിട്ട് വെൽക്കം ചെയ്യുന്ന ആൾക്കാരാണ് അവർ. പക്ഷെ ചില കാര്യങ്ങൾ ന്യൂസിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടി വരാറുണ്ട്, കാണുന്നുണ്ട്, അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ബേസിക്കലി നമ്മൾ ഉണ്ടായ അനുഭവങ്ങൾ വെച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരുപാട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറേ മാർക്കറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ HALൻ്റെ കുറേ ഭാഗങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഞാനൊരു നല്ല ഭംഗിയുള്ളൊരു മരം കണ്ടു കേട്ടോ. എത്ര തരം പച്ച കളറാന്ന് നോക്കിയാൽ ഇലകൾക്ക്, നല്ല ലൈറ്റ് പച്ച, ഡാർക്ക് പച്ച, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലോ. അതിൻ്റെ അടുത്ത് നല്ലൊരു ഭംഗിയുള്ള വീട് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളത് തിരിച്ചു വരുവാണ് കേട്ടോ. തിരിച്ച് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. മരങ്ങൾ, ഇപ്പുറത്തെ സൈഡിലെ മരങ്ങളും അതുപോലെ കണ്ടോ കരിക്ക് കാര്യങ്ങളൊക്കെ കണ്ടോ ആ ഏരിയയിൽ. നമ്മളങ്ങനെ ആ ഏരിയയിലൂടെ ഇങ്ങനെ തിരിച്ചു വരുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു HAL മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം അവിടെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വരുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഞങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ആ ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഇവിടെ എല്ലാം ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് കേട്ടോ കുറച്ച്. കാരണം അവർ ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് എയർപോർട്ടൊക്കെ ആയതുകൊണ്ടായിരിക്കും. കാരണം ഫ്ലൈറ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ അവിടെ ക്യാമറ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്നൊന്നും ഞാൻ കണ്ടില്ല. അതാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ആ അകത്തേക്കുള്ള ഏരിയയുടെ ഒന്നും എടുത്തിട്ടില്ല. ആ റോഡ്, നമ്മൾ പോകുന്ന ആ റോഡ് മാത്രം, റോഡിന് 2 സൈഡിലെ മരങ്ങൾ അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ.